അപ്പോൾ ഓക്കെ പോയി വാ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പൊ എന്താടി പൊണ്ടാട്ടി, എന്താണ് വിശേഷം പറ. അപ്പൊ അതാണ് ഞങ്ങൾ ഇപ്പൊ അങ്ങനെ പുറത്തൊക്കെ പോയി ഇപ്പൊ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തിനായിരുന്നു ഷോപ്പിംഗ് അടി? ഷെബും അദീമോനും ഉപ്പിയും മാത്രം നാട്ടിൽ പോവാണ്. ഞാനും അതും ഉമ്മയും പോകുന്നില്ല. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല ആദ്യം ഉണ്ടപ്പാ അവിടെ ഉണ്ട് സാധനങ്ങളും. ഹദീം ഇതാക്ക എവിടെയാണ് ഇത് പപ്പാന്റെ പൊന്ന്. ഞാൻ ഡ്രസ്സ് കാണിച്ചെടുത്താ ആ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. യെസ്, ഇതിപ്പോ ഷേപ്പ് അടുപ്പിച്ച് സീലെടുത്ത് അടുപ്പിച്ചാ ഇത് നമ്മളെ ആന്റിയുടെ തുണി ഉണ്ടായിരുന്നു. ആ തുണി കൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത് നമ്മ വീട്ടിലിടാൻ വേണ്ടി അടുപ്പിച്ചാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലിടണ്ട, പുറത്ത് കിട്ടും. കാരണം നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തിട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയുകൊണ്ടു. കാരണം ഇത് വീട്ടിൽ ഇടേണ്ടതല്ല. അജ്രക്കിന്റെ അല്ലേ, അടിപൊളി സംഭവം. ആ ചോപ്പ് എടുത്ത് എനിക്ക് ആ ചോപ്പ് അല്ല അതിലാറെ ഇഷ്ടപ്പെട്ടു. യെസ് കണ്ടോ, ഇത് ഷോപ്പ് സത്യം പറഞ്ഞാൽ വീട്ടിലിടാൻ വേണ്ടി അടുപ്പിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വീട്ടിലിടണ്ട. അടിപൊളി കേട്ടോ. നിങ്ങൾ അഭിപ്രായം പറ്റത് വീട്ടിലിടാനോ അതോ പുറത്ത് കിടാൻ പറ്റൂലേ? അടിപൊളിയാണ് അല്ലേ? ഡ്രസ്സിങ് ചെയ്ത അടിപൊളിയാവും. പുറത്ത് കിടട്ടോ. പിന്നെ ഇതാക്കണ ഇപ്പൊ ഞങ്ങളൊക്കെ പുറത്തു കൂടി പോയോണ്ടൊക്കെ ഓരോ സാധനങ്ങൾ ഷോപ്പ് ഇങ്ങനെ ഒരുക്കി വലിച്ചു വാരിട്ടൊക്കെയാണ്. പിന്നെ ഒരു പെട്ടി ഇതങ്ങളുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂ ഷോപ്പ് മെസ്സായി കിടക്കാൻ. ഡവന നാട്ടിൽ പോണി. ഡവന് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് അല്ലേ? ഇൻഷാല്ലാ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻഷാല്ലാ എല്ലാരും ദുആ ചെയ്യാ. ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല സക്സസ്ഫുൾ ആവാൻ വേണ്ടിട്ട് ഒക്കെ നാട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഷെബുവിന്റെ നാട്ടിൽ പോകുമ്പോ നാട്ടിൽ ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ഉണ്ട് ഇല്ലേ, കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെബു പോകുന്ന വ്ളോഗാണ്. അപ്പൊ ഇന്ന് രാത്രി ഇത് അങ്ങനെ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്ത് നാളെ രാവിലെ അതൊക്കെ സർപ്രൈസ്. അത് ഇനി എന്റെ വ്ളോഗിൽ പറഞ്ഞു. ഇത് വ്ളോഗ് പറഞ്ഞാല് ഇതിപ്പോ എന്റെ വ്ളോഗാണ്. ഇനി ഷെബു വേറെ വ്ളോഗ് ഉണ്ട്, ആ വ്ളോഗിൽ പറയും. അത് തുറന്നു ഇനി മറ്റോ പേരുണ്ട്. മറ്റോനെ ഓനെ സ്കൂൾ തുറക്കുക കേട്ടോ മറ്റന്നാൾ 8-ാം തീയതി. എവിടെ കടി കൊടുത്ത ഷൂരിട്ടപ്പോ ഇങ്ങനെ ഓനെ 8-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ ഓനെ കൊണ്ടുപോണില്ല, ഞാനും പോണില്ല അല്ലേ ഷെബു? അദീമ മാത്രം. ആ മെജും പോയിക്കോ. അപ്പൊ നമ്മൾ ഈ പോണേന്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഡ്രീം അല്ലെ ഇൻഷാല്ലാ. അപ്പൊ നിങ്ങള് ദുആ ചെയ്യാ ഹയർ ആയിട്ടുള്ള ഒരു കാര്യം ആയി തീരാന്. അത് എല്ലാം ഓക്കെ ആയിട്ട് പറയാം ഫൈനല് ഇൻഷാല്ലാ. അപ്പൊ വേറെന്താടി? അപ്പൊ അങ്ങനെ സമയം ഇപ്പൊ തരാം 11:48 ആയിട്ടോ. കടന്നുറങ്ങട്ടെ, ഇച്ചിരി രാവിലെ ഓഫീസ് ഉണ്ട്. അപ്പൊ എന്റെ പൊന്നെ പണി നാട്ടില് പോകുമ്പോ പപ്പന് മിഷിയോ എന്തോ ആലോചിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ ഏതായാലും നാളെ കാണാം അല്ലേ? ഓക്കെ നടക്കും. നോ അപ്പൊ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇപ്പൊ പിറ്റേ ദിവസം സമയം 9:27. പക്ഷെ നടി ഡ്രസ്സൊക്കെ ജഗ പോക നമുക്ക് പെരും കരച്ചില്ലാട്ടോ. ആക്ക് ചിലപ്പോ ഓനെ കൊണ്ടോണ്ടി വരും. പെട്ടിക്കെടുത്ത പെട്ടിക്കറക്ക്. ഏയ് ഓന്റെ ഷൂസും ഓന്റെ കോലോ വാ. ഞങ്ങളേ അങ്ങനെ അതുവിന്റെ പാസ്പോർട്ട് എടുത്തേക്കണ്. മിക്കവാറും എയർപോർട്ടിൽ നിന്ന് പാപ്പ പിടിച്ചോളാം. മിക്കവാറും എയർപോർട്ടിൽ നിന്ന് ഓന് ടിക്കറ്റ് എടുക്കേണ്ട കോലാണ്. വരെ നടക്കണില്ല, ഭയങ്കര കരച്ചിലുണ്ടോ അതിന്. മിക്കവാറും എയർപോർട്ടിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഡാ ഓന്റെ സൂസും റാഫിയ കേറ് 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 കേറ. എന്റെ ലേറ്റ് എത്ര സൂസും ഓനും റാഫിയ പോ. ഞങ്ങള് പോവാണ്. ബൈ ബൈ. റാഫി വണ്ടി കയറിക്ക. ജിണ്ടോ എല്ലാരും വണ്ടി കയറിക്കണ. ഇജ്ജ് പോരുണ്ടോ? എന്നാ വാ. അപ്പ എല്ലാരും പപ്പനെ പോയിട്ട് പോണ്. വാ പിടിച്ചാ തൂക്കിക്കോ. ആ പോര്. കേറ്റിക്കോ. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിട്ടോ. ഞങ്ങളിപ്പോ അതുവിന് ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് നൊലോളിക്കുക.
ഉണ്ടോ മാറ്റിയാണ്ടൊക്കെ പെട്ടിയൊക്കെ എടുത്ത് പോന്നിക്കണേ. ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. നല്ല തിരക്കുണ്ട് ശുഭോ അല്ലേ? പിന്നെ ഒറ്റക്കിട്ട് പോയാൽ ശരിയാവും. കുഞ്ഞപ്പ ഓടിക്കോ ഇങ്ങി വാ പോലീസ് ഓടിച്ചോ. ആ പോലുണ്ട് അങ്ങനെ. ഓ പോയി വാ എന്തിനും പറയണ്ട ഒക്കെ പോയി വാട്ടാ. ഇപ്പൊ ഒക്കെ പോയി തരി കൊണ്ടുപോയിക്കോളി. അപ്പൊ പോയി തരി അതെയേ. അപ്പൊ പോയി ബൈ പോയി അടിച്ചു പൊളിച്ചു ഇതേ ചെയ്യാം. പോയിട്ട് അടിച്ചു പൊളിച്ചു ഓക്കെ. അച്ഛനോ അത് വേണോ? അനക്കത് വേണോ? അനക്കത് വേണോ? അനക്കത് വേണോടാ, അനക്കത് വേണോ? അപ്പൊ ഓക്കെ പോയി വാ ഡേ. ഒക്കെ അടിപൊളിയായിട്ടൊക്കെ നോക്കി കഴിഞ്ഞ് നോക്കി കണ്ടു പോട്ടോ. കുട്ടികളെ നോക്ക്. പോയി അപ്പോൾ അതാ ഷെബൂറ്റും ഇന്നലെ കയറിപ്പോയിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആകപ്പാടൊരു ഓടിപ്പാച്ചിലായിരുന്നു കേട്ടോ. സീരി ഇവിടെയൊക്കെ സീരി ആകപ്പാടൊരു ഓടിപ്പാച്ചിലായിരുന്നു. പിന്നെ പോയപ്പോൾ നല്ല സങ്കടം. കാരണം ആദ്യമായിട്ടാണ് അദീമോനായാലും ഷെബൂനായാലും ആദമിനായാലും പിരിഞ്ഞിരിക്കണത് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കയറി വന്ന ഒരു 30 ദിവസം 1 മാസമുള്ളൂ ശരിക്കും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടാണ് ഷെബൊക്കെ. അദീമ് ജനിച്ചിട്ട് ഇപ്പോൾ അദീമിൻ്റെ ഒരു വയസ്സായി. അദീമിന് ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അദീമിനാണ് പിരിയുന്നത്. അപ്പോൾ അതിന് എയർപോർട്ടിൽ നിന്ന് കയറിപ്പോയപ്പോൾ ഭയങ്കര സങ്കടം. ഒരു പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ വലിയ സങ്കടം ഒന്നുമില്ലെങ്കിലും എയർപോർട്ടിൽ നിന്ന് പോയപ്പോഴാണ് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കായൊരു ഫീല്. പിന്നെ ആദമിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് ഓടിപ്പാഞ്ഞിട്ടോ. കാരണം ആദമിന് സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓനെ പറഞ്ഞയക്കണില്ലാന്നതിന് പ്ലാന്. ഷെബും അദീമും ഉപ്പിയും പോയാണ്ട് പെട്ടെന്ന് പോരാ. 4 ദിവസം 5 ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോരാന്നുള്ള പ്ലാനായിരുന്നു. എന്താണ് കാര്യങ്ങളൊക്കെ ഏതായാലും ഇൻഷാ അല്ലാഹ് ഷെബൊക്കെ തിരിച്ചു വന്നിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദമ് പക്ഷേ ഷെബൂറ്റ് ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ പിന്നെ നൂലോടി തുടങ്ങി. അപ്പോൾ ടിക്കറ്റിന് വിളിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടൂല. ടിക്കറ്റ് ഉണ്ട് പക്ഷേ ചൈൽഡിന്, അതായത് ചൈൽഡിന് ടിക്കറ്റ് കിട്ടൂല. അഡൽറ്റ് ഇല്ലാതെ ചൈൽഡിന് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഷെബൂറ്റ് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതിൽ ട്രാവൽസുകാരൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ ചെന്ന് നോക്കി ഒന്ന് റിക്വസ്റ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ കിട്ടിയാലോ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. എയർപോർട്ടിൽ ചെന്നു. ഇന്ത്യക്കായിരുന്നു ഫ്ലൈറ്റ്. അവിടുന്ന് ചെന്നപ്പോൾ പറഞ്ഞു പറ്റൂല പറഞ്ഞു. അതിലൊരു മുദീറിനെ കാണാൻ പറഞ്ഞു. ആ മുദീറിനെ കണ്ടു. ആ മുദീർ വേറൊരു മുദീറിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഈ എയർ ഇന്ത്യൻ്റെ ഇന്ത്യക്കോരെ എല്ലാ മുദീർമാരെയും കണ്ട് ലാസ്റ്റ് ടിക്കറ്റ് യൂസ് ചെയ്ത് അവിടുന്ന് റീ എൻട്രി അടിച്ചിട്ട് കയറിപ്പോയി. അതിൽ ആദമ പോകില്ല എന്ന് കരുതിന്. ആദം ഉണ്ടാവും കരുതിന്. ആദം ഉണ്ടെങ്കിൽ രസേന്. അപ്പോൾ ഇന്നലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് ലാസ്റ്റത്തെ ഒരു വീഡിയോസും ഇല്ല. അതിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോസ് എടുക്കണത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഏതായാലും ഷോപ്പ് പോയി വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഓക്കെ ബൈ.